മിണ്ടിപ്പോവരുത്. നിന്റെ രഹസ്യക്കാരനെ വീട്ടിനടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഞങ്ങളാരും അറിയത്തില്ലെന്നാണോ വിചാരം? എത്ര നാളാണ് തുടങ്ങിയിട്ട്? ഇപ്പഴൊന്നും അറിയിക്കണം. വല്ലവന്റെ കൊച്ചിനെ വളർത്താൻ ഇവിടെ പറ്റത്തില്ല. എല്ലാരും തമ്മിൽ തല്ലിച്ച് നാനാ വഴിയാക്കിയിട്ട് കാമുകന്റെ കൂടെ പൊറുക്കാവുന്നതായിരിക്കും. എന്താണ് നിന്ന് മോങ്ങുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? പ്രശാന്തൻ ഇവിടെ വരുമ്പോ നിന്നെ ഇവിടെ കാണാൻ പാടില്ല. ഇറങ്ങടി, ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങടി. എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടല്ലേടി എന്റെ ദൈവം ഇപ്പോഴെങ്കിലും എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തന്നത്. പരപുരുഷന്മാരുടെ കൂടെ ജീവിക്കുന്നവള് എവിടെ ചെന്നാലും ആ തരവഴി കാണിക്കാതിരിക്കൂടി. ഇങ്ങോട്ട് വാടി. എന്റെ മോൻ അതുകൊണ്ടല്ലേടി നാട് വിട്ടത്. ഞാനും എന്റെ പാവപ്പെട്ട മക്കൾ ഈ നാട്ടുകാരുടെ മുൻപിൽ ഇനി എങ്ങനെ നോക്കടി? ഇറങ്ങടി എന്റെ മോളെ. ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോ. പോകാനല്ലേ പറഞ്ഞത്? അവിടെ ഒരു പൂങ്കണ്ണീര് കണ്ടില്ലേ? എവിടെങ്കിലും പോയി ചത്തു തൊലയടി. മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. എന്താ മോനെ നീ വല്ലാതിരിക്കുന്നത്? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞതെല്ലാം ഒരു പേക്കിനാവായിട്ട് കരുതിയാ മതി. നീ ചെറുപ്പവാ. ഇനിയും നിനക്കൊരു നല്ല ജീവിതമുണ്ട്. ആ സുലോചന ഒരു പാവം പെണ്ണ. ഒരഹങ്കാരമോ പൊങ്കച്ചമോ ഒന്നുമില്ല. നല്ല സ്നേഹമുള്ള കൊച്ച. ഇനി അവള് വിവാഹം കഴിക്കുന്നെങ്കിൽ നിന്നെ മാത്രമേ കഴിക്കത്തുള്ളെന്ന് അവള് പറയുന്നത്. വിദ്യയായിട്ടുള്ള ബന്ധം ഒഴിയുന്നത് വരെയൊന്നും കാത്തിരിക്കണ്ട. സ്ത്രീധന തുകയായിട്ട് അവര് 30 പവന്റെ ആഭരണവും 50,000 രൂപ. അത് വാങ്ങി പെട്ടിക്കകത്ത് വെക്കാനായിരിക്കും അമ്മ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്. സഹിക്കാവുന്നതിനപ്പുറം ഞാൻ സഹിച്ചു. നട്ടലില്ലാത്തവൻ ഭീരു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ ആക്ഷേപിച്ചപ്പോഴും പെറ്റ തള്ളയെ തള്ളി പറയാൻ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ് അമ്മ പറഞ്ഞതൊന്നിനും ഞാൻ എതിരെ നിൽക്കാതിരുന്നത്. വിദ്യയുടെ ഗർഭം അലസിപ്പിച്ചതും അവളെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതും കള്ളക്കഥകളുണ്ടാക്കി അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതൊക്കെ ഞാൻ സഹിച്ചത് എന്നെങ്കിലും ഒരിക്കലും എല്ലാം കലങ്ങി തെളിയുന്ന വിശ്വാസത്തിലായിരുന്നു. പണത്തിന് വേണ്ടി ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയെ കെട്ടണമെന്ന് അമ്മയുടെ മനസാക്ഷി ഉണ്ടല്ലോ. സമ്മതിച്ചേ പറ്റൂ. എന്നെങ്കിലും അമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. ഞാൻ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേടാ മോനെ? വേണ്ട, ഇനി ഈ അഭിനയൊന്നും എന്റെ അടുത്ത് ചെലവായില്ല. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്നാണോ നീ പറയുന്നത്? അതെ, ഈ വീട്ടിൽ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് അമ്മ തന്നെയാ. നിന്റെ തെറ്റിദ്ധാരണ മാറ്റാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആഹാ, അത് ശരി. നിന്റെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്റെ പ്രദീപ് മോന്റെ വീട്ടിൽ ചെന്ന അവൻ എന്നെ പൊന്നു പോലെ നോക്കും. മോനെ. ആഹാ, അമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? ആ പ്രശാന്തൻ ശരിയല്ല മോനെ. അവൻ പറയാ അവനെയും വിദ്യയും തമ്മിൽ തെറ്റിച്ച് അവന്റെ ജീവിതം നമ്മൾ നശിപ്പിച്ചെന്ന്. ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ, എന്റെ പട്ടി പോവും. ആഹാ, അമ്മ അപ്പൊ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നാണോ? അതേ മോളെ, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ദേ, തള്ള എന്റെ അടുത്ത് എന്തെങ്കിലും വെളച്ചിൽ കാണിച്ചാലേ ആട്ടി പുറത്താക്കാൻ ഞാൻ പറഞ്ഞേക്കാം. വാമേ. ഹലോ, ഹൗ ആർ യു സ്വീറ്റി? ഫൈൻ മുത്തശ്ശി. മുത്തശ്ശി കാനഡയിൽ പോയി 6 മാസം നിന്നപ്പോ ആളാകെ മാറിപ്പോയല്ലോ. ഇംഗ്ലീഷൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ ഇംഗ്ലീഷ് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. വളരെ ഈസി അല്ലേ? അവിടെ എല്ലാവരോടും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ചേരെ തിന്നണ നാട്ടിൽ ചെന്ന ചേരേരും നടുനുക്ക് തിന്നണല്ലേ ചൊല്ല്, അല്ലേടാ? ഇവിടുന്ന് പോകുമ്പോ മുത്തശ്ശിയുടെ മുടി വെളുത്താണല്ലോ ഇരുന്നത്. ഇപ്പൊ എങ്ങനെ കറുത്തത്? ഞാൻ കാനഡ ചെന്നപ്പോ അവിടെ എല്ലാവർക്കും വെളുത്തമോ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടായി അടിച്ചു. മുത്തശ്ശി അകത്തേക്ക് ഇരിക്കാം. മുത്തശ്ശി ഇന്നലെ ഓരോന്നല്ലേ പറഞ്ഞത്? യെസ്, ഓഫ് കോഴ്സ്. പിന്നെന്ത് പറ്റി? ഞാൻ ഇന്നലെ ഈവനിങ് ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ല. ഇന്ന് മോർണിംഗ് ഇവിടെ എത്തി. ഇതാരാ? ഇവിടുത്തെ പുതിയ സർവന്റ് ആണോ? അമ്മേ, പ്രദീപിന്റെ അമ്മയാ. ഓഹോ, വനജാര മദറല്ലോ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഗ്ലാഡ് ടു മീറ്റ് യു.
ആരാ മോളെ ഇത്? എന്റെ മുത്തശ്ശിയാ. വിശേഷമൊക്കെ പിന്നെ പറയാം. നീ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. യാ, എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, കൂൾ ഡ്രിങ്ക്സ് എടുത്താ മതി. നമുക്ക് മുകളിലിരിക്കാം. പറഞ്ഞത് കേട്ടില്ലേ? നോക്കി നിൽക്കാത്ത ഫ്രിഡ്ജിൽ നിന്ന് 3 കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ടോ. ഫ്രിഡ്ജിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കൊടുത്താലും മതി. ബൈ ദ ബൈ, നിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് പറഞ്ഞത്? പ്രദീപ്. മിസ്റ്റർ പ്രദീപിനെ കണ്ടില്ലല്ലോ. ഓഫീസിൽ പോയിരിക്കുക, വൈകിട്ടേ വരൂ. ഐ സി. വനജ മോളെ, നിന്റെ മാരേജ് കഴിഞ്ഞിട്ട് കാലം കുറെ ആയില്ലേ? എന്നും ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നാ മതിയോ? കുട്ടികളൊന്നും വേണ്ടേ? ഇവളുടെ തലയിലെഴുത്ത് അങ്ങനെയായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലമ്മേ. പല ഫേമസ് ഡോക്ടേഴ്സിനെയും കണ്ടു. പ്രദീപിന്റെ കുഴപ്പമാണെന്നാ എല്ലാരും പറയുന്നേ. വനജയുടെ കുഴപ്പമാണെന്നാണല്ലോ പ്രദീപ് പറഞ്ഞത്. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ കേട്ടത് പറഞ്ഞതേ ഉള്ളൂ. മതി മതി, കൂടുതൽ വാചം അടിക്കണ്ട. അടുക്കളയിലോട്ടിയല്ലേ. തീരെ കൾച്ചറില്ലാത്ത സ്ത്രീയാണല്ലോ. ഇത്രയ്ക്ക് പുവർ ഫാമിലി ആയിട്ടാണോ നീ ബന്ധം പിടിച്ചത്? ചേച്ചേ, വെരി ബാഡ്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ, എനിക്ക് ഓഫീസിലേക്ക് ഒന്ന് പോണം. നിങ്ങൾ വിശേഷം പറഞ്ഞിരിക്കും. എന്താ മഹേശ്വരിയമ്മേ ഒരു മാനേഴ്സ് ഇല്ലാതെ പെരുമാറുന്നത്? നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നിരുന്ന ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആരാ വിളമ്പി തരുന്നത്? എല്ലാ കൂട്ടങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അതുകൊണ്ടാ. മിസ്റ്റർ പ്രദീപ്, നിന്റെ മമ്മിയെ കുറച്ച് നീറ്റായിട്ട് പെരുമാറാൻ പഠിപ്പിക്കണം. കാനഡയിലൊക്കെ കാനഡ വെടിപ്പും വൃത്തിയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. കുറച്ചു ദിവസം കുളിക്കാത്ത മദാമ്മമാരുടെ കൂടെ കഴിഞ്ഞെന്ന് വെച്ച് ഈ വേഷക്കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞേക്കാം. ചേടാ, കാണുന്നത് പോലെ തന്നെയാണല്ലോ അവളെ സ്വഭാവവും. എന്നെ അവളെ ഇവളെന്നൊക്കെ കയറി വിളിച്ചാലുണ്ടല്ലോ, പ്രായത്തിൽ കൂടുതലാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. വന്ന് കയറിയപ്പോ തുടങ്ങിയതാണല്ലോ പെമ്പറന്നവര്. എന്തോന്നായത്? അമ്മയ്ക്കൊന്ന് വായടക്കിരുന്നൂടെ? അതേടാ, എല്ലാവർക്കും കൂടി എന്റെ വായടപ്പിക്കാനാണല്ലോ ധൃതി. നിങ്ങളെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തില്ലല്ലോ. ഇതുവരെ എന്റെ മുത്തശ്ശിയോട് ആരും തറുതല പറഞ്ഞിട്ടില്ല. മഹേശ്വരിയമ്മ, യു ഗോ ഇൻസൈഡ്. എടാ, നിന്റെ മുമ്പ് വെച്ച് തന്നെ വേണോടാ എന്നെ ഇതൊക്കെ പറയിപ്പിക്കാൻ.